നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുമ്പോൾ ചിലതൊക്കെ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല, പലപ്പോഴും സമയത്ത് കിട്ടിയെന്നും വരില്ല. എന്നാൽ മറ്റു പലതും ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്തായിരിക്കും നമ്മളെ തേടിയെത്തുന്നത്, ഓടിയെത്തുന്നത്. ഇത് രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ അധ്വാനം, പ്രയത്നം, ഈ കാത്തിരിപ്പ് എല്ലാം വെറുതെ ആയിപ്പോയല്ലോ എന്ന ചിന്തയാണ് ആദ്യം. രണ്ടാമത്തേത് അങ്ങനല്ല. ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന സ്ഥാനത്ത് എൻ്റെ കയ്യിൽ ഇതെങ്ങനെ ഓടിയെത്തിയെന്ന് ആശ്ചര്യമായിരിക്കും. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കടപ്പെട്ടവരാണ്. കാരണം പിറവിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ സംഭവിച്ചത്? യേശു പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, ഇവനിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. പ്രിയരെ, ചില പ്രതിസന്ധികൾ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമുണ്ടാകാൻ കാരണമാകും. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ. അതിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം വായിക്കട്ടെ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനമഴിച്ച് വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് ശബ്ബത്ത് നാളുകളിലാണ് പള്ളികളിൽ പോകുന്നത്. ശബ്ബത്ത് നാളുകളിൽ പള്ളികളിൽ ചെന്നിട്ട് അവരെ ഉപദേശിക്കുവാനും അവർക്ക് ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം, അതായത് പഴയ നിയമച്ചുരുളുകൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനുമൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ആലയത്തിൽ ചെന്നപ്പോഴാണ് ദീർഘമായ 18 സംവത്സരങ്ങളായിട്ട് ആലയത്തിൽ വരുന്ന ഒട്ടും വരാൻ കഴിയാത്ത ഒരു സ്ത്രീ. അവർ പ്രതീക്ഷിച്ചില്ല, അവിടെ നിന്നവരാരും പ്രതീക്ഷിച്ചില്ല, ഒരുപക്ഷെ ലോകത്തിൽ ആരും തന്നെ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഇനി ഇവർ ഒന്ന് നിവരുമെന്ന്. പ്രിയരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്നത് ദൈവമാണ്, നമ്മുടെ ദൈവം. അതുകൊണ്ട് വിശ്വസിക്കുക. അവർ 18 സംവത്സരം പള്ളിയിൽ പോകുമായിരുന്നെങ്കിലും ഇങ്ങനൊരു അത്ഭുതം പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറത്ത് ഒരു പ്രവൃത്തി ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കണക്കുകൂട്ടലിനപ്പുറത്ത് ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.